ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ദുബായ് അല്ല, ദുബായ് തന്നെയാണ്. ദുബായിലെ മാൾ ഓഫ് എമിറേറ്റ്സ് ഇല്ലേ, അവിടോട്ടാണ് പോകുന്നത്. അതായത് എമിറേറ്റ്സ് മാളിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നു. എന്താ ഒരു തിരക്ക്, ഭയങ്കര, നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മാളിലോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെയോ വലിയ ഓഫറൊക്കെ ഉണ്ട്. ഇപ്പോൾ ദുബായ് ഫെസ്റ്റ് അടക്കമാണ്. അപ്പോൾ വലിയ ഓഫറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടോട്ട് വന്നേക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. 50%, 70% ഒക്കെ ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല. ഇനി അകത്തോട്ടൊക്കെയുള്ള ഷോപ്പിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇന്ന് വലിയ തിരക്കില്ല. ഇപ്പോൾ ഞാനൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ഈ വന്നത്. അതുകൊണ്ടാവാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടാവാം. ഞാനിങ്ങനെ തനിച്ചിങ്ങനെ നടന്നു പോവാണ്. എൻ്റെ കൂടെ എൻ്റെ മോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കണ്ടില്ല ഇതുവരെ. വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതങ്ങനെയാണ്. ആദ്യം ഒന്ന് വിളിച്ചാൽ പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയാം ഞാനും വരുന്നെന്ന് പറയും. അപ്പോൾ പിന്നെ വീണ്ടും നമ്മുടെ കൂടെ ഇങ്ങനെ കൂടും. ഇപ്പം നമ്മൾ ദുബായ് മാളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ദുബായ് മാളല്ല കേട്ടോ, എമിറേറ്റ്സ് മാൾ. അതങ്ങ് എപ്പോഴും തെറ്റും എനിക്ക്. ഇവിടെ 2 മാളുണ്ട്. നമ്മൾ കുറച്ച് അധികം പോയിട്ടില്ല, എങ്കിലും 2-3 പ്രാവശ്യം പോയേക്കുന്നത് ദുബായ് മാളിലാണ്. എമിറേറ്റ്സ് മാളിലോട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അത് കാരണം ഞാൻ പലപ്പോഴും ദുബായ് മാളെന്ന് തന്നെ പറയും. നിങ്ങളതങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ, കാരണം ദുബായ് മാളല്ല, ഇത് എമിറേറ്റ്സ് മാളാണ്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളതെന്നുള്ളത് ആദ്യമായിട്ട് വരുന്നുണ്ട്. എവിടോട്ടൊക്കെ പോകണമെന്ന് അറിഞ്ഞുകൂടാ, അത്ര വലിയൊരു മാളാണ് ഇത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തോളം ആയെന്ന് പറയുന്നു ഈ മാൾ വെച്ചിട്ട്. ഞാൻ ഇത് പണി ചെയ്ത് ഒരാളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു 20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾക്ക് നടന്ന് എത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡും എന്തായാലും കവർ ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നടക്കാം നമുക്ക്. ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ ക്യാരിഫോറിലോട്ട് കയറി. ക്യാരിഫോറിലോട്ട് ഒത്തിരി ആളും എന്തൊക്കെ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. പക്ഷേ നോക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ട് തോന്നിയത് ഈ ഒരു സെക്ഷനാണ്. കാരണം കുറേ മീനുകളൊക്കെ, അത് നല്ല ഫ്രഷ് മീനാണ്. അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഈ മീനിൻ്റെ എല്ലാം ഒരു ലൈവ് കാണുന്ന പോലെ, നമുക്കത് കടൽ തീരത്ത് നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. കാരണം വലിയ ഒരു സ്ക്രീനിൽ ഈ മീനെല്ലാം ഇങ്ങനെ ഓടിക്കളിക്കുന്നതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി സാൽമനൊക്കെ ഇരിക്കുന്നു. നോർവീജിയൻ സാൽമനാണ്. ഭയങ്കര വിലയാണ് ഇവിടെ, ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മൾക്ക് സാധാരണക്കാർക്കൊന്നും വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റുള്ള മോളിലൊക്കെ നമ്മളിപ്പോൾ ഈവൻ ലുലു മോളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാം നല്ല ഐറ്റമാണ് കേട്ടോ, അത് പറയാണ്ട് വയ്യ. കണ്ടോ, ഇതൊക്കെ സാൽമനാണ്. വയറൊക്കെ കീറി വെച്ചിരിക്കുക. നമുക്ക് ആർക്ക് വേണേൽ വാങ്ങാം. ഭയങ്കര ഇത് നമ്മൾക്ക് എസെൻഷ്യലാണെന്ന് വേണേൽ പറയാം. കാരണം അത്രയ്ക്ക് ഇതിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ, എന്തെല്ലാമോ ഉണ്ട്. ഞാനങ്ങനെ നടക്കുകയാണ്. എന്തോ വാങ്ങാൻ, എവിടെ നിന്നും ഒന്നും വാങ്ങാൻ പറ്റത്തില്ല നമുക്ക്. നോക്കാം. വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലൊന്ന് നോക്കട്ടെ. വെജിറ്റബിളിൻ്റെ സെക്ഷനിലും ഭയങ്കര പ്രൈസ് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ലുലു മോളിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. അവിടെയൊക്കെ ഇതിനെ അപേക്ഷിച്ച് നല്ല വില കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. നല്ല ഐറ്റംസുമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്വാളിറ്റി എനിക്കറിഞ്ഞുകൂടാ, ഉണ്ടാവാം. പക്ഷേ പ്രൈസ് ഹൈ ആണ്. കാരണം ഇത് പോഷ് ഏരിയ ആണ്. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അതുപോലെ ഫിനാൻഷ്യലി നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഇവരിത്രയും പ്രൈസ് എടുക്കുന്നതിൻ്റെ കാര്യം, ക്യാരിഫോറിൻ്റെ ഇത്രയും വലിയൊരു ഷോപ്പല്ലേ ഇത്. അപ്പോൾ ഇവർക്ക് എന്ത് റെൻ്റായിരിക്കും വരുന്നത്? ഞാനിങ്ങനെ നടന്നതാ ഇതൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പല ഐറ്റം എന്താണെന്ന് മനസ്സിലാകുന്ന പോലുമില്ല. എനിക്കൊരു വെള്ളം കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ അതിനൊരു വെള്ളം ഞാൻ എടുക്കുകയാണ്. നോക്കട്ടെ. അയ്യോ, അതും ഭയങ്കര പ്രൈസാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല ഗൈസ്. അവിടെ നിന്ന് ഞാൻ നടന്ന് എന്താ ചെയ്തതെന്ന് പറയാം. അപ്പോഴത്തെ എൻ്റെ മോള് വന്നു എൻ്റെ കൂടെ. അപ്പോൾ അവൾക്ക് ഈ കൊറിയൻ ഫുഡിനോടും കൊറിയൻസിനോടും ഭയങ്കര ക്രേസുള്ള ഒരാളാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്ത്, ഒരു കൊറിയൻ്റെ 2 ഫുഡ്, അതിൻ്റെ ഒന്നിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. ചിക്കൻ്റെ ഒരു ഐറ്റം, പിന്നെ വേറെന്തോ അതിനകത്ത് ചീസോ ഒക്കെ കൂടെ വെച്ച് ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചു. കുഴപ്പമില്ല,
അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. അതും കഴിച്ചിട്ട് ഞങ്ങളത് ഇറങ്ങി വീണ്ടും നടക്കുകയാണ്. ഒന്നുമില്ല കേട്ടോ, ഞാനോർത്തു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒന്നും കാണാനായിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെ കാഴ്ച ഇതിനകത്ത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചില സമയത്തൊക്കെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ചൈനീസ് ആൾക്കാരുടെ ഷോയോ ഒക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് വീഡിയോ എടുക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതല്ല കേട്ടോ, ഞാൻ മിറാക്കിൾ ഗാർഡനിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആ മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ ഓർത്തു മിറാക്കിൾ ഗാർഡനിൽ പോകുമെന്ന്. മിറാക്കിൾ ഗാർഡനിൽ പോകാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നില്ല, ഞാൻ തനിച്ചാണ്. അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചും പറഞ്ഞൊക്കെ ഈ മാൾ ഓഫ് എമിറേറ്റ്സിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് 105 നമ്പർ ബസ്സിൽ കയറിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ മാൾ ഓഫ് എമിറേറ്റ്സിൽ ഇറങ്ങിയിട്ട് നേരെ വെച്ച് പിടിച്ച് എങ്ങോട്ടാ, ഈ മാളിനുള്ളിലോട്ടാ. താഴോട്ടം കണ്ടായിരുന്നു ബസ്സിന് പോകാൻ ഇറങ്ങണ്ടേ, എനിക്കതറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ നേരെ ഇതിനകത്തോട്ട് വെച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്ത്, അപ്പോഴുണ്ട് ഷെറഫ് DJ കാണുന്നു. എനിക്ക് ഫോണിനോടും മൊബൈലിനോടും ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും ഇത്തിരി ക്രൈസ് കൂടുതലൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് കുറേ നേരം അവിടെയൊക്കെ വായി നോക്കി ഇങ്ങനെ നടന്നേ ഉള്ളൂ, ഒന്നും മേടിച്ചില്ല കേട്ടോ. അങ്ങനെ നടന്നിട്ട് കുറേയേറെ സമയം അതിനകത്ത് തന്നെ ചെയ്തു. ഇല്ല, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ നോക്കി നടക്കുമ്പോഴേ നമുക്ക് അതിനുള്ളൊരു ഭ്രാന്തുണ്ടല്ലോ. അത് കാരണം ചുമ്മാ ഇങ്ങനെ നടക്കും. ആൾക്കാർ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടാകും. രാവിലെ മുതൽ ഉച്ചയായപ്പോൾ മുതൽ വിളയിനകത്ത് കറങ്ങി നടക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാലും സാരമില്ല എന്ന് വെച്ചാൽ, കാരണം ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ അത്ര വലിയ, അവിടെയൊക്കെ നല്ല ഓഫറും ഉണ്ട്. അത്ര നല്ല എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്. ഏതെല്ലാം ടൈപ്പ് ഫോണ്, ഏതെല്ലാം ക്യാമറകൾ എല്ലാം നോക്കി നടന്നിട്ട് എന്ത് ചെയ്ത്, ഈ ഗാർഡനിൽ പോകുന്ന കാര്യം ചോദിച്ചപ്പോഴുമൊക്കെ ഓരോരുത്തർ പറഞ്ഞ് അവിടെ കൂടെ പോകണം ഇവിടെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു കൺഫ്യൂഷനായി. ഞാൻ ഇനി ഇപ്പോഴത്തേക്ക് സമയം എന്ന് പറഞ്ഞാൽ ഒരു 4:30 ഞാൻ ഇന്ന് മിറാക്കിൾ ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഒന്നും കാണാനൊക്കത്തില്ല. നല്ല ലൈറ്റിലൊക്കെ പോയാൽ, നല്ല വെട്ടമൊക്കെ ഉള്ളപ്പോൾ പോയാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ് പിന്നെ ഇങ്ങനെ നടക്കുന്നത്. ഇതൊക്കെ ഇതിനകത്ത് ഓരോന്ന് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഡമാക്കിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി ഷോയൊക്കെയാണ്. അവരുടെ ഫ്യൂച്ചറിൽ അവർ ദുബായിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു മിനിയേച്ചർ. അത് കണ്ടപ്പോൾ ഞാൻ അതും ഒന്നെടുത്തു. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, കാരണം നിങ്ങളൊക്കെ ഇതിനെക്കാട്ടി നല്ല വീഡിയോകളൊക്കെ കാണുന്നവരല്ലേ. എന്നാലും എൻ്റെയും കൂടെ കാണും, ഞാൻ തുടക്കക്കാരിയല്ലയോ, അതുകൊണ്ടാണ്. കുറേ കഴിയുമ്പോൾ നമ്മളും അങ്ങ് ഡെവലപ്പാകും. കണ്ടോ, ഇതൊക്കെ ഡമാക്ക് ചെയ്യുന്ന പുതിയ പ്രൊജക്റ്റുകളാണ്. ഇവിടുത്തെ ദുബായിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് അവർ ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പോകുന്നത്. അവരുടെ പ്രൊജക്റ്റിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ കാണുന്നത്. എല്ലാം കൂടെ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ ദുബായ് എന്ന് മാറുമെന്നല്ല, നമ്മുടെ അങ്ങനെ പറയാനേ പാടില്ല. കാരണം ദുബായ് എന്ന് പറഞ്ഞാൽ കണ്ണഞ്ചിപ്പിക്കുന്ന നേരത്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളിങ്ങോട്ട് നടന്നു വന്നേച്ച് ഇവിടെ എന്തുവാ മേക്കപ്പിൻ്റെ അവിടെ കയറി. മേക്കപ്പിൻ്റെ അവിടെ കയറിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ് അവിടോട്ടിരിക്കുക, ഏതാ സ്യൂട്ടാവുന്നതെന്ന് വെച്ചാൽ എനിക്കല്ല മോൾക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് ഓക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾക്ക് സ്യൂട്ടായിട്ടുള്ളൊരു ആ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് അവർ ചൂസ് ചെയ്തത്. പക്ഷേ ഒരു പ്രശ്നം, ഇത് എത്ര ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ച് ഞാൻ ചോദിച്ചു ഇത് വാട്ടർ പ്രൂഫാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന്. 125 ദിർഹം കൊടുത്തിട്ട് നമ്മളെപ്പോഴും കയ്യിൽ ഈ സാധനം പിടിച്ചുകൊണ്ട് നടക്കാൻ അവർ പറയുന്നത് പോകുമ്പം അങ്ങ് ചെയ്യണം. നമ്മൾ ചെയ്യുമോ? നമ്മൾ മലയാളികളല്ലെങ്കിലേ ചെയ്യത്തില്ല. പിന്നെ ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ ചെയ്യുമോ? അവിടെ നിന്ന് എന്ത് ചെയ്ത് അവരോട് പറഞ്ഞ് സോറി ഞങ്ങൾക്ക് വാട്ടർ പ്രൂഫാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടുന്ന് സ്ക്യൂട്ടായി. അത് കഴിഞ്ഞേച്ച് പറഞ്ഞു ഇവിടെ പെൻഗിൻ ഷോ ഉണ്ടെന്ന് പറഞ്ഞു. നേരെ വെച്ച് പിടിച്ചു പെൻഗിൻ ഷോ കാണാൻ. അവിടെ ചെന്നപ്പോഴോ 300 ദിർഹംസ് എങ്ങാണ്ടാണ് ഒരാൾക്ക് കയറുന്നത്. 2 പേര് കയറുമ്പോൾ 600 ദിർഹംസ്. ഒരു മാസത്തെ ഫുഡിൻ്റെ കാര്യം നമ്മളെടുത്ത് കളയണം. അതായത് ഫുഡ് കഴിക്കാണ്ട് നോക്കിയാൽ നമ്മൾക്ക് ഈ 600 ദിർഹംസ് സേവ് ആകത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്ത് കുറേ പേര് പറഞ്ഞു അവിടെ പുറത്തിരുന്നാൽ കാണാൻ പറ്റും, അകത്ത് കയറണ്ട, പുറത്തിരുന്നാലും പെൻഗിനെ കാണാൻ പറ്റുമെന്ന്. ഒരു 9:15 മുതൽ, അപ്പം അരമണിക്കൂർ ഇടവിട്ടെന്നാണ് പറഞ്ഞത്, 9:15 മുതൽ അവിടെ നിന്നും ഇരുന്നും ഒക്കെ ഇങ്ങനെ സമയം ചെലവഴിച്ച് 10:05 ഈ പെൻഗിൻ ഷോ ആ ഭാഗത്തോട്ടേ വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തവൻ പറയുവാണ് ഇവിടെയല്ല, ഇതിനപ്പുറത്തെ സൈഡിൽ പോയി എന്നല്ല കാണുന്നതെന്ന്. പിന്നെ ഇവിടെ കാണാൻ അപ്പോഴത്തേക്ക് കഴിഞ്ഞു. തന്നെയല്ല ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ട, മെട്രോ പോയി കഴിഞ്ഞാൽ പിന്നെ ദുബായും ഈ എമിറേറ്റ്സ് മാളിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് വരണമെങ്കിൽ ടാക്സി കൂലി ഒരു 10-200 ദിർഹംസ് ആകും. അതുകൊണ്ട്
പെൻഗിനെ കണ്ടില്ലെങ്കിൽ വേണ്ട, നമ്മൾ തിരിച്ചു പോവുകയാണേ എൻ്റെ അപ്പ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പതുക്കെ അവിടുന്ന് നടന്ന് നേരെ മെട്രോയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്കൊരു സംശയം, നമുക്കൊരു ഇത്തിരി നേരം കൂടെ ഒന്ന് ഇരുന്നാലോ എന്ന്. മോൾക്ക് സമ്മതമില്ല, എന്നാലും ഞാൻ അവളെ പിടിച്ച് കുറച്ച് നേരം കൂടി ഇരുത്തി. എന്നിട്ട് ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ട്, അവിടെ എങ്ങാനും ഇനി പെൻഗിനുണ്ടോന്നേ. എവിടെ? അവിടെ എങ്ങും പെൻഗിനും ഇല്ല. കുറേ കുട്ടികൾ കിടന്ന് ഇങ്ങനെ കളിച്ച് മറിയുന്നുണ്ട്, അത്ര തന്നെ. നിങ്ങൾക്ക് ഞാനിങ്ങനെ വളവളാന്നടിക്കുന്നത് ദേഷ്യമുണ്ടോ? ഒന്നും വേണ്ട കേട്ടോ, ദേഷ്യമൊന്നും വേണ്ട, പുതിയതല്ലേ, ഇതൊക്കെ അങ്ങ് മാറും. കുറച്ചുകൂടെയൊക്കെ നമ്മളങ്ങ് സ്റ്റാൻഡേർഡ് ആവും കുറച്ച് കഴിയുമ്പം. ഗൈസ്, എന്ത് പറയാനാ, ഇതൊക്കെ കണ്ട് ഇനി ഇങ്ങനെ ഇറങ്ങി നടന്നേച്ച് എപ്പോൾ വീട്ടിൽ ചെല്ലും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. പക്ഷെ കാൽ രണ്ടുമാണ് നടന്ന് നടന്ന് വേദന. കാരണം 1 മണിക്ക് ഞാൻ ഇതിനകത്ത് വന്ന് കയറിയതാണ്. 10:05 വരെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയ്ക്ക് ഒരിത്തിരി സമയം ഇവിടെ 1-2 വന്നിരുന്നു, അത്ര തന്നെ. എന്തായാലും അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. ബൈ.